Hey, one second. Adi, whenever you're planning for a trip next time, make sure Amal and Sachin are a part of it, okay? Hey, no worries. Thank you. Bye. ഹായ് ചേട്ടാ ബൈ. ഇവന്മാരായിട്ടൊരു പോക്ക് പോകുന്നുണ്ട്, ഒരു ഒടുക്കത്തെ പോക്ക്. ഇത് പ്രേമരൂപ സിനിമയുടെ അടുത്ത പാർട്ട്. എടാ നിന്റെ റെസ്യൂമേ ഞാൻ കണ്ടായിരുന്നല്ലോ. എന്തോന്നാടാ അത്? എന്തേ? റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് പോലെ ഉണ്ട്. അല്ല അത് പെട്ടെന്ന് ചെയ്തപ്പോ. എടാ ഇങ്ങനെയൊന്നും അല്ല ഇത് ചെയ്യണ്ടേ. ഒരു കാര്യം ചെയ്, നാളെ നീ എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയത് റെഡിയാക്കാം. ഓ, ഒരുമിച്ച് പോവാം. വളരെ സന്തോഷം കണ്ടു. നിനക്ക് ഓംലെറ്റ് ഇഷ്ടല്ലേ? ആ മതി. അടി ചിക്കി പൊരിച്ചാ മതി. പിന്നെ ഇത് ഹോട്ടലാണല്ലോ. പ്രേമം കൊടുമ്പിരിക്കൊണ്ടിരിക്കാണ്ടാ. പോടാ. പിന്നല്ലാണ്ട് മറ്റവൻ ആദി ഏതാണ്ട് ഒതുങ്ങിയ മട്ട. അതുകൊണ്ട് ഇനി ഒരു സാഹചര്യവും സമയവും കിട്ടിയാ നീ അവളോട് കാര്യം പറഞ്ഞു. പോടാ, അത് ശരിയാവൂല. എന്താണ് പറയാനുള്ളത് അപ്പാ? ഇതാണ് റെസ്യൂമേ. സച്ചിൻ സന്തോഷ്. എടി ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ടില്ല. അതെത്രയാ? അത് 16 മാർച്ച് 1999. നീ മാർച്ചാണല്ലേ? ആ. അപ്പൊ നീ എന്നെ ചേച്ചിന്ന് വിളിക്കണല്ലോ. ഞാൻ സെപ്റ്റംബറാ, 98 മോഡൽ. അയ്യോ, അതൊരു പ്രശ്നമാണോ? എന്ത് പ്രശ്നം? നിന്റെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞേ. എന്താ നോക്കണത്? അൺമാരീഡ്. എനിക്കറിയോ നിനക്ക് നാട്ടില് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടോ? അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആരുടെ? പെണ്ണിന്റെ അച്ഛൻ്റെയോ? അല്ല, പെൺകുട്ടിയുടെ. അതേത് പെണ്ണ്? ആ പെൺകുട്ടി ഇപ്പൊ എൻ്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നോണ്ടിരിക്കുക. ഓ ഐ സി. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ട് എന്ത് തോന്നി? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസലാന്ന് തോന്നി. എനിക്കെന്നല്ല, ഏതൊരു പെണ്ണിനും. ഇടക്കിടക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോ ആ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. ഓക്കെ, കൊറേ. ആയിക്കോട്ടെ. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? സ്ത്രീയോ? പിന്നല്ലാണ്ട് പുരുഷനാ? സച്ചിനെ കോമഡി ടൈം ഒക്കെ കഴിഞ്ഞു. നീയേ ഫ്രണ്ട് അടുത്ത് പോവാൻ നോക്കി. കോമഡിയാ? നിനക്ക് ഞാൻ ഈ പറയുന്നൊക്കെ കോമഡി ആയിട്ടാണോ തോന്നുന്നത്? സീരിയസ് ആയിരുന്നോ? അങ്ങനെയാണ് അതിനെ പറ്റിയ മറുപടി ഉണ്ട് എൻ്റെ കയ്യില്. നടക്കില്ല സച്ചിനെ. എനിക്ക് ഫോൺ തരണം, എന്നെ ജോലിക്ക് വേണ്ടി റെഫർ ചെയ്യണം, നിന്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കണം. ഇപ്പൊ ദേ എനിക്ക് CV റെഡിയാക്കി തരണം. എനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? പിന്നെ ഇതിന്റെ അർത്ഥം പിന്നെ പ്രേമം എന്നാണല്ലോ. അതല്ലേ നാട്ടുകടപ്പ്. യോഗ്യരായിട്ടുള്ള പലരും ഉള്ളപ്പോ പിന്നെ യോഗ്യരായിട്ടുള്ള പലരുവോ? പലരും അല്ല, ഒരാള്. ആദ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ ആദ്യം എന്റെ ബെസ്റ്റ് ആണ്. ബെസ്റ്റി? കോഴികൾക്കൊക്കെ ഇപ്പൊ പേരാണല്ലോ. ആയിക്കോട്ടെ, എന്തായാലും നീ ഇപ്പൊ കാണിച്ച മാതിരി ആദ്യം കാണിക്കത്തില്ല. അല്ല, ഇപ്പൊ ഇതിന്റെ പൈസ ആരും കൊടുക്കും? कितना है? 50 नहीं है, केरला में 10 को मिलेगा. അതായത് കേരളയിൽ തീസ്കോ കേരളത്തിൽ പോയി എടുക്ക 50 രൂപ ബയോഡാറ്റ എടുക്കുന്നതിന്. നീ എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നേ? നിനക്ക് മറ്റേ ഡയലോഗും കൂടി പറയായിരുന്നില്ല ഒരു ഭംഗിക്ക്? എന്ത്? നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുന്നു. ആ, അതിലെനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. എടാ സച്ചിനെ, എക്സ്ക്യൂസ് മീ സർ. അവന്റെ തലയിൽ ആ കോഴി ഇരിക്കുന്നു. അപ്പൊ എങ്ങനെ അത് വെച്ചോണ്ട് സെയിൽ ചെയ്യണത്? കമ്പനിന്ന് ഇന്റർവ്യൂവിന് വേണ്ടി നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല. ഈ കാര്യം പറയാൻ ഞാൻ നിന്നെ വിളിച്ചു, എന്നിട്ട് നീ ഫോൺ എടുത്തില്ല. നിനക്ക് എന്താ ഫോൺ എടുത്താ?
വർക്കിന്റെ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. എടാ നിനക്ക് അറിയാവുന്നല്ലേ ഒരു കോൾ ചെയ്യൂന്ന്. നിന്നെ റെഫർ ചെയ്ത് ഞാൻ കോഴി വെച്ചേക്ക് നോക്കും. ഒരു എനിക്കാദ്യം കോഴിയൊക്കെ ഇങ്ങനെ സഹതാപ വെച്ചിട്ട് ജോലി എങ്ങനെ വേണ്ടാന്ന് ജോലി ഞാൻ ചെയ്യും? തീരുമാനിച്ചു. ഓ ഈ ആദർശമൊന്നും മുമ്പുണ്ടായിരുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇത്. നിന്നെ എന്താ ഇവിടുത്തെ ആസ്ഥാന കോഴിയായിട്ട് തെരഞ്ഞെടുത്തു? ആ കുന്ത്രാന്റെ അടുത്ത് മാറ്റി. അവള് തന്നെ ചോദിക്കുന്നത് ആസ്ഥാന കോഴിയായിട്ട് തെരഞ്ഞെടുത്തു. എപ്പോഴാ ഫ്രീ ആവുന്നു? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ 7 മണിയാവും ഇറങ്ങുമ്പോ. സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം. പിന്നെ വിളിക്കാം. എടാ എനിക്കിപ്പോ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ വളരെ റാൻഡായിട്ട് നിനക്ക് ചെയ്തു തരുന്ന പല കാര്യങ്ങളും നീ വേറെ രീതിയിലാണ് അത് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സംസാരമൊക്കെ നിർത്താം. ഈ കറങ്ങലും കാണലും ഒന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിനക്കെന്തൊന്നും പറയാനില്ലേ? റീനു, ഐ ലവ് യു ഡി. സച്ചിനെ പ്ലീസ് ഡോണ്ട് ഡു ദിസ്. എടാ നിന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നല്ലേ എനിക്ക് തോന്നുന്നേ. എനിക്ക് പറ്റില്ല സച്ചിൻ എന്നെ കൊഞ്ചിച്ചോണ്ട് നടക്കാൻ. നീ അതൊക്കെ എൻജോയ് ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. സോറി, ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. നിനക്ക് പേടി, എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ എന്നെ പ്രേമിച്ചു എന്നുള്ള പേടി, അത് സമ്മതിക്കാനുള്ള മടിയാണ് നിനക്ക്. നീ എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കേസ് പറഞ്ഞില്ലേ, എനിക്കിങ്ങനത്തെ കെയറിങ് ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അതുകൊണ്ട് നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് നിനക്കത്. എനിക്കും എടാ നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നുമല്ലല്ലോ ഇത്, ആണോ? ഹലോ, എനിക്ക് മനസ്സിലായി എന്റെ മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഇതിന് സൊല്യൂഷൻ ഇല്ലേ? ഞാൻ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തയാ. പക്ഷെ ആദ്യം വിളിച്ചിട്ട് പോരാന്നില്ല. മുമ്പ് പറയുന്ന കേട്ടൊന്നും ഞാൻ പിന്നെ വിളിക്കാം. എടാ ഈ സീൻ നല്ല രസമാണ്. കാര്യങ്ങളോ എനിക്ക് വൺ സൈഡ് ലവ് സെറ്റ് ആവില്ലടാ. വേണ്ട, എനിക്ക് കോളേജിൽ ഉണ്ടായതിനേക്കാളും മോശം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് വൺ സൈഡ് ലവ് വേണ്ട. അതാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ മതിയായിരുന്നു ചെന്നൈക്ക്. നീ പറഞ്ഞാടാ കറക്റ്റ്. അവളുടെ വിഷയം നീ നടത്താല. എന്താടി? എടാ അവൻ ഇന്നലെ എനിക്ക് ഈ ഫോൺ തന്നിട്ട് പോയി. ഇതൊന്ന് അവനെ തിരിച്ചു കൊടുത്തേക്കോ? അവൻ ചെന്നൈക്ക് പോയി. എപ്പോ? ഇന്ന് വെളുപ്പിനെ. അവനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തിനാ നിന്നോട് പറയണേ? നീയല്ലേ അവനോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ലെന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്? ഞാനൊക്കെ പറയണ പോലെ അല്ല നീ പറയുമ്പോ. അമലെ, ഞാൻ അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ അവനത് ഒട്ടും ഹേർട്ടായിട്ടില്ല. ക്ലാസ് തന്നെ ഇത്തിരി ഉള്ളൂ. ഹലോ സച്ചിനെ, നീ ഫംഗ്ഷന് വരില്ലടാ? ഇല്ല, ഞാൻ ഉണ്ടാവുന്നൊന്നുമില്ല. ഞാനിവിടെ ചെന്നൈയിലാണ്. ഓ, അപ്പൊ അത്രക്കുള്ളല്ലേ സച്ചിന? ആ
അത്രേ ഉള്ളൂ.